ഒരു CAG റിപ്പോർട്ടിന്റെ പേരിൽ കേരളത്തിലെ ഭരണകർത്താക്കളെ അങ്ങ് തീർത്തേക്കുമെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കരുതുന്നത്. എന്നാൽ വന്ന് തേഞ്ഞു തീർന്ന ആരോപണം വീണ്ടും വീണ്ടും പൊക്കിയെടുത്തു കൊണ്ടുവരിക എന്നല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം തൊഴിൽ രഹിതരും ഉന്നമില്ലാത്തവരുമായി മാറി തീർന്നിരിക്കുകയാണ്. എന്താണ് കോവിഡ് കാലത്തെ അവസ്ഥ? എന്താണ് കേരളത്തിന്റെ പ്രതിരോധം? അന്ന് എന്തായിരുന്നുവെന്ന് ഓർമ്മയില്ലേ? കോവിഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ രോഗബാധ കണ്ടെത്തിയത് 2020 ജനുവരി 30 കേരളത്തിലാണ്. നിപ്പയുടെ അനുഭവമുള്ളതിനാൽ അന്നു മുതൽ കേരളം അതീവ ജാഗ്രതയിലായി. മാർച്ച് മാസമായപ്പോഴേക്കും ലോകാരോഗ്യ സംഘടന കോവിഡിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചു. മാർച്ച് 24 രാജ്യമാസകലം ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരാവട്ടെ എല്ലാ സംസ്ഥാന സർക്കാരുകളും PPE കിറ്റുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് അത്യാവശ്യ സാമഗ്രികൾ തുടങ്ങിയവ അടിയന്തരമായി വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന് സർക്കുലർ ഇറക്കി. ഇത്തരത്തിലൊരു ശേഖരമുണ്ടാക്കുന്നതിന് ഓരോ തവണയും ധനവകുപ്പിൽ വരേണ്ടതില്ലെന്നും ഇതിനായി രൂപീകരിച്ച എമർജൻസി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ലഭ്യമായ ഇടങ്ങളിൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങുന്നതിന് അനുവാദവും നൽകി. ഇത്തരത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് എന്തായിരുന്നു നേട്ടം? ആദ്യ കോവിഡ് തരംഗത്തിൽ പൊതുജനങ്ങളുടെ ഇടയിലുള്ളതിനേക്കാൾ ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും മരണനിരക്ക് ഉയർന്നതായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം രോഗികളുമായി ഇടപഴകുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും സംരക്ഷണം നൽകാൻ വേണ്ടത്ര PPE കിറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. മഹാമാരി തുടങ്ങിയ ശേഷം ലോകമെമ്പാടും PPE കിറ്റുകൾക്ക് ദൗർലഭ്യമുണ്ടായി. കൂടുതൽ വില നൽകേണ്ടി വന്നെങ്കിലും കേരളം ഇതിനെ മറികടന്നു. ഫലമോ? കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലെമ്പാടും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു. കേരളത്തിൽ മാത്രം ഇത് സംഭവിച്ചില്ല. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടത്ര പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേരളം അതിന് മാതൃകയായി മാസ്കും ഗ്ലൗസും മുതൽ PPE കിറ്റും എമർജൻസി ബെഡും ഉൾപ്പെടെ എല്ലാം കേരളം സംഘടിപ്പിച്ചു. കിട്ടുന്നിടത്ത് നിന്നെല്ലാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ ഏതാണ്ട് 50 ലക്ഷമാണ്. ലോകത്തുണ്ടായ അധിക മരണത്തിൽ 1/3 ഇന്ത്യയിലായിരുന്നു. തെരഞ്ഞെടുപ്പും മറ്റു സമരങ്ങളുമെല്ലാം മൂലം വ്യാപനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായിട്ടും കേരളത്തിലാണ് മരണനിരക്ക് ഏറ്റവും കുറവ്. ഇന്ത്യയിൽ പൊതുവിൽ അധിക മരണം ഔദ്യോഗിക കണക്കിന്റെ 10 ഇരട്ടിയിലാണെങ്കിൽ കേരളത്തിൽ അത് 0.6 മടങ്ങ് മാത്രമാണ്. ഇത് കേരളത്തിന്റെ വലിയ നേട്ടമാണ്. ഇതിന്റെ അടിസ്ഥാനം മഹാമാരിയെ നേരിടാൻ കേരളം സ്വീകരിച്ച മുൻകരുതലും ജാഗ്രതയുമാണ്. ഇതിനെ അപകീർത്തിപ്പെടുത്താൻ CAG റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? കോവിഡിന് മുമ്പ് കേരള സർക്കാർ PPE കിറ്റിന് 545 രൂപയാണ് നിശ്ചയിച്ചതത്രേ. ഈ വിലയേക്കാൾ ഉയർന്ന 800 രൂപ മുതൽ 1550 രൂപ വരെയുള്ള നിരക്കിൽ 2.56 ലക്ഷം കിറ്റുകൾ വാങ്ങിയത്രേ. ഇതുമൂലം സർക്കാരിന് 10.23 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഇത് വലിയ അഴിമതിയായിട്ടാണ് പ്രതിപക്ഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CAG കോവിഡിന് മുമ്പുള്ള മാർക്കറ്റ് വിലയല്ല, കോവിഡ് കാലത്തെ മാർക്കറ്റ് വിലയല്ലേ താരതമ്യത്തിന് ഉപയോഗിക്കേണ്ടത്. ഇത്തരം കണക്കുകൾ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള അടവുകളാണ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ CAGയും പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുക കോവിഡ് കാലത്ത് ഏതാണ്ട് ഒരേ സമയത്ത് 800 മുതൽ 1550 വരെ പല വിലകൾ എങ്ങനെ കൊടുത്തു എന്നതാണ്. PPE കിറ്റുകളെല്ലാം ഒരേ തരത്തിലുള്ളതാണോ? ഈ ഇനം PPE കിറ്റുകളാണ് വാങ്ങി എന്നതിന് CAG എന്തെങ്കിലും തെളിവ് ഹാജരാക്കുന്നുണ്ടോ? താഴ്ന്ന വില ക്വാട്ട് ചെയ്ത് കമ്പനിയിൽ നിന്ന് കൊടുത്ത ഓർഡർ മുഴുവൻ വാങ്ങാതെ കൂടിയ വിലയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്നും വാങ്ങിയത്രേ. എന്താണ് യാഥാർത്ഥ്യം? ഇങ്ങനെ താരതമ്യേന താഴ്ന്ന വിലയ്ക്ക് ക്വാട്ട് ചെയ്ത കമ്പനികൾക്ക് വലിയ ഓർഡർ നൽകി. എന്നാൽ അതിന്റെ പകുതി പോലും സപ്ലൈ ചെയ്യാൻ അവർ തയ്യാറായില്ല. ചട്ടപ്രകാരം അവരുടെ ഓർഡർ റദ്ദാക്കി പുതിയ ടെൻഡർ വിളിച്ച് PPE കിറ്റുകൾ വാങ്ങണമായിരുന്നത്രേ. PPE കിറ്റ് ആവശ്യത്തിന് ലഭ്യമല്ലാതിരുന്ന അവസ്ഥയിൽ പരമാവധി വില കുറഞ്ഞിടത്ത് നിന്നും വാങ്ങുക, വേണ്ടി വന്നാൽ കൂടുതൽ വില നൽകി മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പുവരുത്തുക എന്ന നയമാണ് സർക്കാർ കൈക്കൊണ്ടത്. ഇത്തരത്തിൽ നാടിനു വേണ്ടി നിന്നവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച കൊട്ടേഷൻ സംഘമാണ് CAG. ഇതിപ്പോൾ നമ്മുടെ നാടിനോട് പറയേണ്ടത് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. നല്ലത് ചെയ്തതിനെ കുറ്റം പറയുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നത്.